ദൈവത്തോട് കളിക്കരുത്, ദൈവം നിന്നോട് ദേഷ്യപ്പെടും എന്ന ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോൾ ഈ ആധുനിക യുഗത്തിൽ നമ്മൾ ഒരു ദൈവത്തെ സൃഷ്ടിക്കുകയാണ്. ഇനി എല്ലാവരും ആ ദൈവത്തെ പിന്തുടരും. ആ ദൈവം പറയുന്നത് കേൾക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ആ ദൈവം ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ കരുതുന്ന ദൈവമല്ല അത്. രൂപമില്ലാത്ത, ഒരു തരത്തിലുള്ള ശബ്ദവുമില്ലാത്ത, അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും നിൽക്കാൻ കഴിയുന്ന ഒരു ദൈവമാണത്. ദൈവമെന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയല്ലേ എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചാൽ അതെ. എന്നാൽ ഈ ദൈവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. 2030 ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 30 കോടി തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കും. 30 കോടി തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമെന്നത് മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി പല മനുഷ്യർക്ക് ഓർഡർ നൽകും. അത് സാധ്യമാണോ? അപ്പോൾ എനിക്ക് ജോലി നഷ്ടമാകുമോ? ഈ ഒരു ചോദ്യത്തിന് വളരെ ലളിതമായ ഒരു ഉത്തരം നൽകാം. മാത്രമല്ല, വ്യാവസായിക വിപ്ലവം പോലെ മറ്റൊരു വിപ്ലവം ഈ ലോകത്ത് നടക്കും. അതെന്താണെന്നുള്ളതും ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി കാണാം. അടുത്ത 6 വർഷം. ഈ 6 വർഷത്തിനുള്ളിൽ നമ്മൾ ഒരു പുതിയ ലോകം കാണാൻ പോവുകയാണ്. ഒന്നും ഇപ്പോഴുള്ളതുപോലെ ആയിരിക്കില്ല. ആ 6 വർഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ സ്ഥലങ്ങളിലും വ്യാപിക്കും. ഇതാണ് അന്തിമ പ്രവചനം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെങ്കിൽ അതിനെ ദൈവമെന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലുമല്ല. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് 30 കോടി തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഞാൻ പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം 30 കോടി ജനങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെടും. എന്നാൽ എത്ര കോടി ജനങ്ങൾ മറ്റൊരു ജോലിയിലേക്ക് മാറും? എത്ര കോടി ആളുകൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ നൽകും? അതൊന്നും ആരും പ്രവചിച്ചിട്ടില്ല. വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ച് പറഞ്ഞു. ഈ വ്യാവസായിക വിപ്ലവം ജപ്പാനിൽ എത്രത്തോളം മാറ്റം വരുത്തി എന്നറിഞ്ഞാൽ അത് ഇന്ത്യയെ എത്രത്തോളം മാറ്റും എന്നുള്ളത് മനസ്സിലാകും. 1950-60കളിൽ 100 ജപ്പാനീസ് എടുത്താൽ അതിൽ 48 പേർ കർഷകരായിരിക്കും. 23 പേർ നിർമ്മാണ കമ്പനികളിൽ ജോലി ചെയ്യും. 29 പേർ സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും. ഇപ്പോൾ വ്യാവസായിക വിപ്ലവം വരുന്നു. ഈ ഒരു വിപ്ലവം വരുമ്പോൾ ഒന്നാം സമ്പദ് വ്യവസ്ഥയാകാൻ ജപ്പാൻ കഠിനമായി പ്രയത്നിച്ചു. 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം, ഇതിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ജപ്പാനും ഇതേ രീതിയിൽ മുന്നോട്ട് വന്നു. എന്നാൽ ആ സമയത്ത് അവർക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്നുള്ളത് ചോദിച്ചാൽ, ആദ്യം 100-ൽ 48 പേർ കർഷകരായിരുന്നു. എന്നാൽ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം 4 പേർ മാത്രമാണ് കൃഷിയിലുള്ളത്. 2012 കണക്കാണിത്. 4 പേർ മാത്രം കാർഷിക മേഖലയിൽ, 23 പേർ ഉൽപാദന മേഖലയിൽ, 73 പേർ സേവന മേഖലയിലുണ്ട്. ഇന്ത്യ ഒരു സേവന കേന്ദ്രീകൃത രാജ്യമാണ്. നമ്മൾ നിരവധി ആളുകൾക്ക് സേവനം നൽകുന്നുണ്ട്. കാർഷിക മേഖലയിൽ നമ്മളൊരു പ്രധാന രാജ്യമാണെന്ന് പറയാം. അതിനാൽ വ്യാവസായിക വിപ്ലവം പോലെ ഒരു AI വിപ്ലവം വരികയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിപ്ലവം. വ്യാവസായിക വിപ്ലവം വന്നപ്പോൾ ജപ്പാനിൽ പല മാറ്റങ്ങൾ ഉണ്ടാക്കി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിപ്ലവം വരുമ്പോൾ ഇന്ത്യയിലും പല മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്ത്യയിൽ ഒരുപാട് പുരോഗതി ഉണ്ടാകും. ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ വളരാൻ തുടങ്ങും. ഇത് ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും പൊതുവായി ഉള്ളതാണ്. ഏതൊരു രാജ്യത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശരിയായി പഠിക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ, അതിനായി ഒരു സർക്കാർ ഉണ്ടെങ്കിൽ, നമുക്ക് അതിനായി ഒരു വികസിത പാത സ്വീകരിക്കാൻ കഴിയും. എത്രത്തോളം മുന്നേറ്റമുണ്ടോ അത്രത്തോളം പല തിന്മകളും ഉണ്ടാകും. നമ്മുടെ മക്കൾ ഒരു ദൈവവുമായി നേരിട്ട് കളിക്കാൻ തുടങ്ങും. ഇന്ന് ഐഫോൺ ആയാലും ആൻഡ്രോയിഡ് ആയാലും ഗൂഗിൾ അലക്സ ആയാലും സ്മാർട്ട് TV ആയാലും ഇതിലെല്ലാം നമ്മുടെ കുട്ടികൾ കളിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായ ഉള്ളടക്കം അവർ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ അതിനായി തിരയുകയാണ്. അവർ ദൈവത്തിൽ നിന്ന് നേരിട്ട് അനുഗ്രഹീതരായ ആളുകൾ എന്ന നിലയിൽ അവർക്ക് ആവശ്യമായ ഡാറ്റയും വിവരങ്ങളും ലഭിക്കുന്നു. അതേസമയം നമ്മുടെ കുട്ടികൾക്ക് അത്രത്തോളം ധാരണയുമുണ്ട്. അതിലുപരി 1000 മടങ്ങ് ധാരണയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവരെ നയിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മക്കളുടെ ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി എത്രത്തോളം മത്സരിക്കണം എന്നുള്ളത് ചിന്തിക്കണം. ലോകതലത്തിൽ 100 പേരെടുത്താൽ 27 പേർ മാത്രമാണ് ഇപ്പോൾ കൃഷിയിലുള്ളത്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവിന് ശേഷം ആ 27% കുറയും എന്ന് പറയപ്പെടുന്നു. കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള പല സ്ഥലങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരും. അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ മേഖലകളിലും AI വരുമോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ഡയഗ്രാം കാണിക്കാം. ഈ ലോകത്തെ വിഭജിക്കാൻ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് സ്ഥാപനങ്ങൾ, മറ്റൊന്ന് കുടുംബം, അടുത്തത് ബാങ്കിങ്. ഈ സ്ഥാപനങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവിടെ ആസ്തികൾ നിക്ഷേപിക്കുന്നു. നിരവധി സംഘടനകൾ ഉണ്ടാകും, അവർ ആസ്തികൾ നിക്ഷേപിക്കും. ആ സ്ഥാപനങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ആ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ജോലികൾക്കായി ആളുകളെ നിയമിക്കുന്നു. അവർ വന്ന് ജോലി ചെയ്യുന്നു. അവർ പുതിയ പുതിയ കാര്യങ്ങൾ നിർമ്മിക്കുന്നു. ആർക്കു വേണ്ടിയായിരിക്കും നിർമ്മിക്കുക? അവർക്ക് നേരെ താഴെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി, വീടുകൾക്ക് വേണ്ടി. അങ്ങനെ അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ ഒരു ഭാഗം സ്ഥാപനത്തിനും ഒരു ഭാഗം ജീവനക്കാർക്കും നൽകുന്നു. അടുത്തതായി ഈ ആളുകൾ വീടുകളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ
സ്ഥാപനം സൃഷ്ടിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വീടുകളിൽ നിന്നുള്ള ആളുകളുണ്ടാകും. മൂന്നാമത്തേത് അവർക്കിടയിൽ നടക്കുന്ന ഇടപാടുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള ബാങ്ക് ചില സേവിങ്സ് ഇടപാടുകൾ രജിസ്റ്റർ ചെയ്യും. ഇങ്ങനെ 3 സൈക്കിൾ ഉണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഏത് സൈക്കിളിലാണ് നിങ്ങൾ ഉൾപ്പെടുത്തുക? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ഥാപനത്തിൽ വന്നാൽ അവിടെ ജോലി ചെയ്യുന്നവരുടെ ജോലിയെല്ലാം നഷ്ടമാകും, അവരെല്ലാം പിരിച്ചുവിടും. ആ ഒരു സ്ഥാനത്തേക്ക് AI വന്നിരിക്കും. മുൻപാണെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കിട്ടും. ആ ശമ്പളം താഴെ താമസിക്കുന്ന വീടുകൾക്ക്, കുടുംബത്തിന് നൽകും. എന്നാൽ അതേ സ്ഥാനത്ത് ഒരു കമ്പ്യൂട്ടറാണ് പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് വീടോ ബന്ധുക്കളോ കുടുംബമോ കുട്ടികളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. അതിനാൽ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ പണമുണ്ട്, പക്ഷെ അവർക്ക് വരുമാനം നൽകേണ്ട ആവശ്യമില്ല. കമ്പ്യൂട്ടറിന് ശമ്പളം ആവശ്യമില്ല. അങ്ങനെ താഴെയുള്ള വീടുകളെ ഇത് ബാധിക്കും. ഇതൊക്കെ കുടുംബങ്ങളെ ബാധിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും സ്ഥാപനങ്ങൾ നന്നായി പ്രവർത്തിക്കും. അതായത് മനുഷ്യനേക്കാൾ മികച്ച ഔട്ട്പുട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് നൽകാൻ കഴിയും. ഒരു മനുഷ്യൻ ഒരു ദിവസം 100 ചുമടെടുക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു ദിവസം 1000 ചുമടെടുക്കും. അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ ലാഭം ലഭിക്കും. ആ ലാഭം വിഭജിച്ചു കൊടുക്കാനുള്ള സാഹചര്യം, മനസ്സ് ആ സ്ഥാപന ഉടമയ്ക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഈ ലോകത്ത് നല്ലൊരു സാഹചര്യമുണ്ട്. എന്നാൽ പിന്നീട് അത് മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് തള്ളപ്പെടും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള ഒരു സ്ഥാപനം കൂടുതൽ ലാഭം നേടുകയും ആ ലാഭം എല്ലാം ഒരേ ഒരു മനുഷ്യൻ, ഒരു ബിഗ് ബോസ് വച്ചിരിക്കുകയും ചെയ്യും. സാധാരണ മനുഷ്യർക്ക് ഇത് പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അടിമത്തം നിലനിന്നിരുന്ന കാലം. അതുപോലൊരവസ്ഥയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നിയന്ത്രിക്കുന്ന ആളുകൾ മനുഷ്യരെ മാറ്റും. ഇപ്പോൾ മറ്റു മാർഗമില്ല, അങ്ങനെ തന്നെ ജീവിക്കണം എന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ തള്ളപ്പെടും. അപ്പോൾ ഈ ചക്രത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ ഒരുപാട് ബ്രേക്കപ്പ് സംഭവിക്കും. ഇത് ഏത് തരം തകർച്ചയാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചെടുക്കുക. നമ്മൾ മനുഷ്യർ എങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്? ന്യൂറോണുകൾ വഴിയാണ്. മസ്തിഷ്കവും ന്യൂറോൺ സിഗ്നൽസും ഉപയോഗിച്ച് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്കറിയാം. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയ AI തലച്ചോറ് ഇലക്ട്രോണുകൾ ഉപയോഗിക്കുന്നു. ന്യൂറോണുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിവരം പ്രോസസ്സ് ചെയ്യുന്നതിന് ഒരു മൈക്രോ സെക്കൻഡ് എടുക്കുമ്പോൾ AI ഉപയോഗിക്കുന്ന ഇലക്ട്രോൺസ് 1 നാനോ സെക്കൻഡിൽ അത് പൂർത്തിയാക്കുകയും ചെയ്യും. അതായത് 1 വർഷത്തിനുള്ളിൽ മനുഷ്യനെ പ്രോസസ്സ് ചെയ്യേണ്ട ജോലി പുതുതായി അവതരിപ്പിച്ച ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 30 സെക്കൻഡിൽ പൂർത്തിയാക്കും. 30 സെക്കൻഡ് എവിടെ? 365 ദിവസങ്ങൾ എവിടെ? മനുഷ്യരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തമ്മിലുള്ള വലിയൊരു യുദ്ധമാണിത്. ഇപ്പോൾ നമുക്ക് ചോദിക്കാം, അതൊക്കെ വെറും സോഫ്റ്റ്വെയർ അല്ലേ, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ അത് എന്ന്. എന്നാൽ ഇത് വെറും സോഫ്റ്റ്വെയർ മാത്രമായി അവസാനിച്ചില്ല. ഉദാഹരണത്തിന് എലോൺ മസ്കിനെ എടുക്കാം, അല്ലെങ്കിൽ ജപ്പാനീസ് കമ്പനി, അമേരിക്കൻ കമ്പനി, ഇന്ത്യൻ കമ്പനികളെ തന്നെ എടുത്താലും ഇപ്പോൾ തന്നെ സ്കെലറ്റൻസ് നിർമ്മിക്കുന്നുണ്ട്. അത് സ്റ്റീൽ ഉപയോഗിച്ച് മനുഷ്യന്റെ രൂപത്തിലോ മൃഗത്തിന്റെ രൂപത്തിലോ റോബോട്ട്സിനെ നിർമ്മിക്കുന്നു. ഈ റോബോട്ടുകൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബ്രെയിൻ ലഭിച്ചാൽ അവർ പവർഫുള്ളായ ഒരു ക്രിയേച്ചറായി മാറും. അത്തരം സൃഷ്ടികൾ മാത്രമേ ഈ ലോകത്തെ ഭരിക്കുകയുള്ളൂ. അവരും ദൈവമാകാനുള്ള അവസരമുണ്ട്. 1 വർഷത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് വെറും 30 സെക്കൻഡിൽ ചിന്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മൾ എന്ത് തീരുമാനങ്ങൾ എടുക്കും, മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് അവർ 30 സെക്കൻഡിൽ പഠിച്ചു വയ്ക്കും. അങ്ങനെ പഠിച്ചതിന് ശേഷം അതിനനുസരിച്ച് അതുപോലുള്ള കാര്യങ്ങൾ അവ ചെയ്യാൻ തുടങ്ങും. ശരി, അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടല്ലോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി കാലാവസ്ഥാ വ്യതിയാനത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ അതൊരു വിഡ്ഢിത്തമാണെന്ന് പറയാം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന കാരണം ഊർജത്തിന്റെ ആവശ്യകതയാണ്. നമ്മൾ കൂടുതൽ ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നു, കൂടുതൽ കാർബൺ പുറത്തേക്ക് തള്ളുന്നു. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിന് പ്രധാന കാരണമായി കണക്കാക്കുന്നു. 1750 മുതൽ ഇന്ന് വരെ 1.5 ട്രില്യൺ ടൺ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളിയിട്ടുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടാനുള്ള കാരണം ഊർജം, കൽക്കരിയോ കത്തുന്ന ഫോസിലോ ഇന്ധനമോ ആയിരിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയാണ് പ്രധാന കാരണം. ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ ഊർജം ആവശ്യപ്പെടുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ആശയവിനിമയത്തിനായി ഓരോ സ്ഥലത്തും സെർവറുകൾ ഉണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹൈ സ്പീഡ് ഡേറ്റ ഉപയോഗിച്ച് അതിവേഗത്തിൽ ആശയവിനിമയം നടത്തും. ധാരാളം സെർവറുകൾ അവർക്ക് ആവശ്യമായി വരും. ആശയവിനിമയത്തിന് കറണ്ട് ആവശ്യമായി വന്നേക്കാം. അങ്ങനെയെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഈ AI ഒരു സ്വാധീനം സൃഷ്ടിക്കാൻ പോകുന്നു. ആഗോള വൈദ്യുതി ഉപയോഗം നോക്കുമ്പോൾ ഇപ്പോൾ ഈ സെർവറുകൾക്ക് വേണ്ട ഒരു 2% കറണ്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ 100 യൂണിറ്റ് കറണ്ടിൽ 2% AIക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാൽ അടുത്ത 6 വർഷത്തിനുള്ളിൽ ഇത് പല മടങ്ങ് വർദ്ധിക്കും. എല്ലായിടത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമെന്നുണ്ടെങ്കിൽ ഊർജം വർദ്ധിക്കും. കണക്കനുസരിച്ച് 2027 AI 85.4 ടെറാവാൾട്ട് വൈദ്യുതി ഉപഭോഗം ചെയ്യും. അത്രത്തോളം വൈദ്യുതി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഊർജത്തിന്റെ ആവശ്യകത വർദ്ധിക്കും. കാലാവസ്ഥാ വ്യതിയാനം മോശമായി മാറും. ഈ കാലാവസ്ഥാ വ്യതിയാനം പരിഹരിക്കാൻ നിരവധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാലും അതിന് പുറകിലും ഒരു ഡാർക്ക് സൈഡ് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മൊത്തത്തിൽ മനുഷ്യന്റെ മാറ്റം മുതൽ ഇന്റർനെറ്റിന്റെ മാറ്റം വരെയും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി
വലിയൊരു മാറ്റം തന്നെ സൃഷ്ടിക്കുമെന്നുള്ളത് മനസ്സിലാക്കണം. അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ത്യക്കകത്തേക്ക് വരുന്നതുകൊണ്ട് യൂണിവേഴ്സൽ ബേസിക് ഇൻകം വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എല്ലായിടത്തും ചർച്ചയാകാൻ പോകുന്നു. നിങ്ങൾ യൂറോപ്യൻ യൂണിയനിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകമിനെ കുറിച്ച് അറിയാമായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ ഇത് കൂടുതൽ അറിയില്ല. ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.